കുറച്ച് ടൂൾസ് നമുക്ക് നോക്കാം. ബ്രഷ് ടൂൾ നോക്കിയാണ്ട് അരിഫ? ഇല്ലല്ല. ഓക്കെ, നമുക്ക് പെയിന്റ് ബ്രഷും അതുപോലെ ബ്ലോക്ക് ബ്രഷും നോക്കാം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ബ്രഷ് ടൂൾസ് വെച്ചിട്ടില്ലേ? ഓക്കെ, അതിന് ഷോർട്ട് കീ എന്തായിരുന്നു ഫോട്ടോഷോപ്പിൽ? ബി അല്ലെ? ഇവിടെയും അത് തന്നെയാണ് ഷോർട്ട് കീ വരുന്നത്. ബി അടിച്ച് നമുക്ക് എന്ത് കിട്ടും? ബ്രഷ് ടൂൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മുടെ ബ്രഷ് ടൂളിന്റെ സൈസ് ഇല്ല, ഒരു റൗണ്ട്നെസ്, അതെങ്ങനെയാണ് വലുതും ചെറുതും ഒക്കെ ആക്കിയെന്ന് ഓർമ്മയുണ്ടാ? ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. എനിക്കിപ്പോൾ കുറച്ച് വലുത് ബ്രഷിന്റെ സൈസ് എനിക്ക് വലുതാക്കണം. ഞാൻ ഇത് ക്ലോസ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഞാൻ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ടാ? ഇതേപോലെ കിട്ടും. ഇനി ചെറുതാക്കാൻ എന്തായിരുന്നു? ക്ലോസ് ബ്രാക്കറ്റ് കാണിച്ചുതരാം. ഈ ഒരു ചെയ്യുന്നില്ലേ, ഇത് അടിച്ചാൽ മതി. ക്ലോസ് ബ്രാക്കറ്റ്, ഈ ഒരു കീ വരുന്നത് അത് ക്ലോസ് ബ്രാക്കറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയും. ഓക്കെ, ബ്രഷ് കൊടുക്കുക. എനിക്ക് സൈസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്ലോസ് ബ്രാക്കറ്റ് അടിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ബ്രഷ് കൊടുക്കുക. സൈസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഓപ്പൺ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താവും? ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സൈസ് കുറക്കാൻ എന്ത് ചെയ്യുക? നേരെ അതിന്റെ ഓപ്പോസിറ്റ്, നമ്മൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചിട്ടാണ് ബ്രഷിന്റെ സൈസ് കൂട്ടിയത്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താവും? ഓപ്പൺ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സൈസ് കുറച്ച് ചെറുതാക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സ്മൂത്ത്നെസ് ഇല്ല അല്ലെ? ചെറിയൊരു ഷാർപ്നെസ് ഒക്കെ ഉണ്ട് അല്ലെ? ഇതിന്റെ കളർ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെ സ്ട്രോക്ക് ഇല്ലേ, സ്ട്രോക്കിനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്ട്രോക്കിന്റെ കളർ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ബ്രഷിന്റെ സ്ട്രോക്കിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ ഒരു സ്മൂത്ത്നെസ് ഇല്ല അല്ലെ? ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ബ്രഷ് ടൂളിന്റെ ഐക്കൺ ഇല്ലേ, ആ ടൂളിന്റെ ഐക്കണിന്റെ മുകളിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫില്ല് ന്യൂ ബ്രഷ് സ്ട്രോക്ക്, അതായത് നമ്മൾ വരയ്ക്കുന്ന ബ്രഷിന്റെ സ്ട്രോക്സിന് എന്ത് ചെയ്യുക? ഫില്ല് ആഡ് ചെയ്യാനുള്ളത്. അതുപോലെ കീപ് സെലക്ടഡ്, അതായത് ഇപ്പൊ നമ്മൾ നോർമലി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സെലക്ഷൻ ഒഴിവാകും. അതായത് ബ്ലൂ ലൈൻ ഉണ്ടല്ലോ സെലക്ഷൻ, ആ സെലക്ഷൻ ഒഴിവാകും. അപ്പൊ നമുക്ക് സെലക്ട് ആയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് സെലക്ടഡ് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ഫിഡിലിറ്റി ഉണ്ടല്ല, അവിടെ ആക്യുറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് നമ്മൾ സ്മൂത്തിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക ജസ്റ്റ്. അത് ഓക്കെ സ്മൂത്ത്, ജസ്റ്റ് ഇവിടെ ഫിഡിലിറ്റി എന്ത് ചെയ്യുക? ആക്യുറേറ്റ് മാറ്റി സ്മൂത്ത് ആക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനി ഞാൻ വരയ്ക്കുന്ന ഇത് നിങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടി സ്മൂത്ത് അല്ലേ? നിങ്ങൾ ഞാൻ ഫസ്റ്റ് വരച്ച റെഡിനും ഈ രണ്ടാമത്തെ റെഡും നോക്കിയട്ടെ, കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ഫെഡിലേറ്റ് കുറച്ച് കൂട്ടിയിട്ട് വെക്കുമ്പോൾ. ഓക്കെ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നേ. ഇനി ഗ്ലോബൽ ബ്രഷ് എന്നുള്ള ബ്രഷ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഞാൻ സൈസ് കുറച്ച് കൂട്ടി, ഞാൻ ജസ്റ്റ് പെയിന്റ് ബ്രഷ് ടൂളിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇതിന് ഗ്ലോബൽ ബ്രഷ് എന്നുള്ള ടൂളുണ്ട്, ഗ്ലോബൽ ബ്രഷ് ടൂള്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബ്രഷിന്റെ സൈസ് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട രീതിയിൽ കൂട്ടിയിട്ട് സൈസ് സെറ്റ് ചെയ്യാം, ക്ലോസ് ബ്രാക്കറ്റ് അടിച്ചിട്ട്. ദെൻ ഫെർട്ടിലിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കൂട്ടി കൊടുക്കുക. ഇവിടെയും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. കീപ് സെലക്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, വേറെ ഓൺലി സെലക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓരോന്ന്. ഞാൻ ജസ്റ്റ് ഇത് സ്മൂത്ത് ആക്കി കൊടുക്കണേ. ദെൻ ഓക്കെ കൊടുത്തു. ഇനി ഞാൻ അവിടെ ജസ്റ്റ് കളർ ചെയ്തിട്ടുണ്ട്, റെഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു സ്ട്രോക്ക് വരച്ചു. ഇനി ലെയർ ബോക്സ് ജസ്റ്റ് ഓൺ ആക്കി ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു സെലക്ഷൻ അതിന്റെ മുകളിലൂടെ ക്രോസ് ആയിട്ട് വരച്ചു. നിങ്ങൾ ലെയർ ബോക്സ് നോക്കിയാൽ നമുക്ക് വ്യത്യാസം നോക്കിയാട്ടെ, എത്ര ലെയേഴ്സ് ഉണ്ട് അവിടെ? ലെയർ ബോക്സിൽ നോക്കി, ഈ പാർട്ട് ഒന്നുമില്ല. ഈ ലെയർ 1 എന്നുള്ളത് നോക്കണ്ട, ഇതിന്റെ താഴെയുള്ളത് നോക്ക്. ഒരെണ്ണല്ലേ ഉള്ളൂ. ഞാനിപ്പോ വേറെ ഒരെണ്ണം കൂടി വരയ്ക്കുകയാണ് റെഡ് കളറിൽ തന്നെ. ഇപ്പോഴോ സ്റ്റിൽ ഒരു സിംഗിൾ ലെയർ പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഈ പാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രഷിന്റെ സ്ട്രോക്ക് മുഴുവൻ സെലക്ട് ആയി അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഫില്ല് ജസ്റ്റ് മാറ്റി കളർ ചേഞ്ച് ചെയ്തു. ഇതല്ല,
ഞാൻ ജസ്റ്റ് സെലക്ഷൻ ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്തു, ബ്ലോ ബ്രഷ് സെലക്ട് ചെയ്തു. ബ്ലോ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ ഫില്ല് എന്ത് ചെയ്യുക, ജസ്റ്റ് മാറ്റി കൊടുക്കുക. ഒരു ബ്ലാക്ക്, യെസ്, ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോഴെന്താ ഇവിടെ സംഭവിച്ചത് നോക്കിയാട്ടെ. പുതിയൊരു ബ്ലാക്കിന്റെ കളർ അല്ലെങ്കിൽ പാത്ത് ലെയർ വന്നല്ലോ അവിടെ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലായത്, നമ്മൾ ബ്ലോ ബ്രഷ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ദ കളേഴ്സ് ആണ്. കളർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബ്ലോ ബ്രഷ് ടൂൾ വർക്ക് ആവുക. നേരെ വെച്ച് പെയിന്റ് ബ്രഷ് ആണെങ്കിൽ അങ്ങനെയില്ല. നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അത് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിരിക്കും വരിക. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിയർ ആയില്ലേ, പെയിന്റ് ബ്രഷ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോഴൊക്കെ അതുപോലെ സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് വരുന്നത് നോക്കിയാട്ടെ. ഞാൻ സെയിം കളർ തന്നെയാണ് രണ്ട് സ്ഥലത്തും വരച്ചത്, ഇന്റർസെക്ട് ചെയ്ത് വരച്ചത്. വേണ്ട, ബ്ലാക്ക് തന്നെയാണ് രണ്ടാമതും വരച്ചത്, പക്ഷെ അതെന്താ വന്നത്, സെപ്പറേറ്റ് ലെയേഴ്സാ അല്ലെ. നമ്മൾ നേരെ മറിച്ച് ബ്ലോ ബ്രഷ് എടുത്ത് യൂസ് ചെയ്താലോ നേരെ തിരിച്ചു വരും. കളേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താവും, കളേഴ്സ് എല്ലാം കൂടി ഒരു ലെയറിലാവും. യെസ്, അതന്നെ. അപ്പൊ അത് രണ്ടും ഓക്കെ ആണ് വിചാരിക്കുന്നു. ഇനി ഇറേസർ കൊടുത്തിട്ടില്ലല്ലോ, ഇല്ല. അതേപോലെ ഷേപ്പർ ടൂൾസ് ഒക്കെ എടുക്കാം. ഷേപ്പർ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ആയിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ഷേപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഒരു കോണ് പോലെ എനിക്ക് വരക്കണം വെച്ചോ. ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു കോൺ കൂടെ വരച്ചു, ട്രയാങ്കിൾ. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതിന്റെ കളേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫില്ല് സ്ട്രോക്ക് അങ്ങോട്ടും മാറ്റി. ഫില്ല് എന്ത് ചെയ്തു, സോറി, സ്ട്രോക്ക് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നണ്ണ് കൊടുത്തു. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ. ഇനി ഇതുള്ളത് പെൻസിൽ ടൂൾ എന്ന് പറയും. ഓക്കെ, പെൻസിൽ ടൂൾ എന്താണ്, നമ്മൾ പെൻ ടൂൾ ഒക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വയ്ക്കുന്നത്, അതേപോലെ തന്നെയാണ് പെൻസിൽ ടൂൾ. സ്ട്രോക്ക് ആയിരിക്കും അവിടെ അപ്ലൈ ആവുക. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് വരച്ചു. ഇത് നിങ്ങൾ നോക്കിയാട്ടെ, സ്ട്രോക്കിന്റെ ഒരു വാല്യൂടെ കൂട്ടി കാണിച്ചു തരാം. കളറും ഇട്ട് കളർ മാറ്റി. ഇവിടെ ഇപ്പം സംഭവിച്ചത്, ഞാൻ ജസ്റ്റ് പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് വരച്ചപ്പോൾ എന്തായി, അവിടെ സ്ട്രോക്ക് അപ്ലൈ ആയി. ഞാൻ ജസ്റ്റ് പെൻസിൽ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്തു, സ്ട്രോക്ക് വരച്ച് അല്ലെ. ഇനി എനിക്കിപ്പോ ഈ സ്ട്രോക്ക് ഒരു സ്മൂത്ത് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെൻസിൽ ടൂൾ എടുത്തു, ജസ്റ്റ് നമ്മൾ നേരത്തെ ബ്രഷ് ടൂളിന്റെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടില്ലേ, അതേപോലെ ഇതിന്റെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. ഇവിടെ ഉണ്ടാവും എന്ത്, ഫെഡിലിറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ സ്മൂത്ത് കൂട്ടി കൊടുക്കുക, കീപ് സെലക്ടർ ഓൺ ആണെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക, ദെൻ ഓക്കെ എടുക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമായിട്ട് സാധനങ്ങൾ വരച്ച് എഴുതാനൊക്കെ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഇവിടെ കാണിച്ചു തരാം. ഹാൻഡ് റൈറ്റിംഗ് നോക്കേണ്ട, ടച്ച് പാഡ് പോലെ ആയിക്കൊണ്ട് ഈ ഒരു ഇതേ കിട്ടുള്ളൂ. ഓക്കെ, ഇതേപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ പേര് എഴുതാം. ഓക്കെ അല്ലത്, ഡിലീറ്റ് ചെയ്യട്ടെ. ഇനിയുള്ളത് സ്മൂത്ത് ടൂൾ എന്ന് പറയും. അതായത് ഞാൻ ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് ഷേപ്പ് ഇവിടെ വരച്ചു. ഇത് സ്മൂത്ത് ഇതാണോ നോക്കിയായിട്ട് നിങ്ങള്, ഒരു പക്ക സ്മൂത്ത് അല്ല, എന്തൊക്കെയോ എവിടേക്കോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തു, എന്ത് ചെയ്യാ, സ്മൂത്ത് ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ആങ്കർ പോയിന്റ് അല്ലേ, അതിന്റെ മുകളിലൂടെ ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തു. അപ്പൊ എന്താവും, കുറച്ചും കൂടി സ്മൂത്ത് ആയി കിട്ടി അല്ലെ. ഓക്കെ, അത് ഇവിടെ സ്മൂത്ത്നെസ് വേണം. ദെൻ ഇവിടെ എനിക്ക് വേണ്ടത് ജസ്റ്റ് ഡ്രോ ചെയ്ത്, നമുക്ക് എവിടെയാണ് സ്മൂത്ത് വരുന്നത് ആ ഒരു പാത്തിന് മുകളിലൂടെ ജസ്റ്റ് സോഫ്റ്റ് ആക്കി ജസ്റ്റ് വരച്ചെടുക്കുക ഇതേപോലെ. ഓക്കെ, അതിന്റെ സ്മൂത്ത്നെസ് ഇവിടെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. പേഴ്സണൽ സ്ലൈഡർ ഉണ്ടാ, ഇതുപോലെ സ്ലൈഡർ കിട്ടും. ഓട്ടോ സ്മൂത്ത് കൊടുക്കണമെങ്കിൽ ഓട്ടോ സ്മൂത്ത് കൊടുക്കുക. എത്ര പെർസെന്റേജ് വേണ്ടതെന്നുള്ളത് അഡോബി എന്ന ചൂസ് ചെയ്തോളൂ. ഇനി ജോയിന്റ് ടൂൾ നോക്കാം. അതായത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, രണ്ട് ഷേപ്പ് വരയ്ക്കാം. നമ്മൾ ലൈൻ ടൂൾ എടുത്ത് ജസ്റ്റ് ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് രണ്ടെണ്ണം വരച്ചു, സ്ട്രോക്ക് കൂട്ടി കൊടുക്കട്ടെ. ഓക്കെ, അതേപോലെ കുറച്ച് ഇപ്പുറത്തൊന്നും വരച്ചു ഇതേപോലെ. ഇതിപ്പോ എന്തായി, രണ്ട് ലൈൻസ് ഉണ്ട്. ഇത് കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കിയേട്ടെ, ഇല്ലല്ല. ഞാൻ എന്ത് ചെയ്തു, നമുക്ക് രണ്ട് രീതിക്ക്
ജോയിൻ ചെയ്യാം. ഒന്ന് ഇത് ജസ്റ്റ് രണ്ട് സെലക്ട് ചെയ്തു ഈ രണ്ട് പാർട്ട്. ദെൻ നമ്മളെ ഇവിടെ ഉണ്ടാവും ജോയിൻ ടൂൾ, അതായത് ഷേപ്പർ ടൂളിന്റെ ഒക്കെ താഴെ ജോയിൻ ടൂൾ ഉണ്ടാവും. ജോയിൻ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എവിടെ മുതൽ എവിടെ വരെയാണോ ജോയിൻ ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് സംഭവിച്ചേ, ജോയിൻ ആയി തന്നെ. ഇനി വേറൊരു മെത്തേഡ് നോക്കുക, അതായത് ആങ്കർ പോയിന്റ് വെച്ചിട്ട്. അതായത് ഇതിന്റെ ഒരു ആങ്കർ പോയിന്റ് ഇല്ലേ, ഈ ആങ്കർ പോയിന്റ് എനിക്ക് ഇവിടെയും ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഈ രണ്ടിന്റെയും ആങ്കർ പോയിന്റ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് അടിച്ചിട്ട് പ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ആങ്കർ പോയിന്റ്സ് അറ്റ് എ സിംഗിൾ ടൈം നമുക്ക് സെലക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമലി രണ്ടാമത് സെലക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം സെലക്ഷൻ ഉണ്ടാവും, അവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും അല്ലെ. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് എനിക്ക് ഇത് ഇവിടെയാണ് ഫസ്റ്റ് ചെയ്തത്, ഇത് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചു, ദെൻ എന്ത് ചെയ്തു രണ്ടാമത്തെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ രണ്ടും സെലക്ഷൻ വന്നിട്ടുണ്ട്, രണ്ട് ആംഗിൾ പോയിന്റും. ദെൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ജോയിൻ എന്നുള്ളൊരു ഇത് കണ്ട, റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ജോയിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇപ്പോഴെന്താവും ജോയിൻ ആവും. ചിലപ്പോൾ നമുക്ക് വേണമെന്ന പോലെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ മറ്റെങ്ങനെയാണ് വേണ്ടത്, രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, ജോയിൻ ടൂളും വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, മറ്റെങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, രണ്ട് മെത്തേഡ്സും ട്രൈ ചെയ്യാം. ഇറേസ് ഇട്ട് കൊടുത്തതാ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇറേസ് ഇട്ട് കൊടുത്തു. നമ്മള് ബ്രഷിന്റെ സൈസ് കുറക്കാനും കൂട്ടാനൊക്കെ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ കൂട്ടുകയും ചെയ്യുക കുറയ്ക്കുകയും ചെയ്യുക. ഇനി എനിക്കിതിപ്പോ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ഇറേസ് ചെയ്യണമെന്ന് വെച്ചോ, ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇറേസ് ചേർക്കാൻ വേണ്ടി പറ്റും. ഇറേസ് ടൂളിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും എന്ത് ചെയ്യാം, നമുക്ക് ബ്രഷ് കൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ. ഇനിയാണ് നൈഫ് ടൂൾ എന്ന് പറയും, സോറി സിസർ ടൂൾ എന്ന് പറയും. ഓരോ ടൂൾസിന്റെ ഷോർട്ട് കട്ട്സും അവിടെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതായത് എനിക്കിപ്പോ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ട് മുതൽ ഈ ഒരു പാർട്ട് വരെ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം എന്ന് വെച്ചോ, മുറിക്കണം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ മുതലല്ല വേണ്ടത്, ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്തു, ദെൻ എവിടെ വരെ, ഈ ടോപ്പ് വരെ ജസ്റ്റ് ഈ ടോപ്പ് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. നിങ്ങൾ ലെയർ ബോക്സ് നോക്കിയാട്ടെ സംഭവിച്ചു, രണ്ടും യെസ് സ്ലൈസ് ആയതുപോലെ രണ്ടും രണ്ട് പീസായി ഉള്ള പരിപാടി. ഈ നൈഫ് ടൂൾ എന്ന് പറയും. നൈഫ് ടൂൾ എന്താണ്, നമ്മൾ കത്തി വെച്ചിട്ട് ഒരു പേപ്പർ മുറിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു സിസർ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ. കത്തി വെച്ചിട്ട് ഒരു പേപ്പർ മുറിക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരണമെന്നില്ല, നേരെ മറിച്ച് സിസർ ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും അല്ലെ. കത്തി അതുപോലെ തന്നെയാണ്, നൈഫ് ടൂൾ വെച്ച് നമുക്ക് റാൻഡം ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എയർ ബോക്സ് വെക്കട്ടെ, പീസായി സ്ട്രെയിറ്റ് അല്ല, മറ്റേ സിസർ ആകുമ്പോഴോ സ്ട്രെയിറ്റ് ആണ്, പാത്ത് ടു പാത്ത്, ലൈക്ക് ആങ്കർ പോയിന്റ് ടു ആങ്കർ പോയിന്റ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി റൊട്ടേറ്റ് ടൂൾ നോക്കാം. അത് റൊട്ടേറ്റ് ടൂൾ എന്തായിരിക്കും, നമുക്കൊരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ടൂൾ കൊടുത്തു, എനിക്കിപ്പം ഈ ഒരു സൈഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് മാറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ സെന്റർ പോയിന്റ് ഏതാണെന്ന് അറിയാമെങ്കിലും ഈ നടുക്കുള്ള ഒരു റെഡ് ഗ്രീൻ പോയിന്റ് ഉണ്ടാ, അതാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. നിങ്ങൾ സ്ക്രീനിൽ എന്തോരം കാണുന്നത് എനിക്കറിയാം, നിങ്ങൾ ടൂൾ എടുത്ത് നോക്കിക്കാൻ ഏകദേശം മനസ്സിലാവും. ഇതേപോലെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. ജസ്റ്റ് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ കുറച്ച് പാടാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത്, എനിക്ക് ഈ സൈഡിലോട്ടേക്കാണ് സെന്റർ പോയിന്റ് വേണ്ടത്, ജസ്റ്റ് അവിടെ സെന്റർ പോയിന്റ് വെച്ചു. ദെൻ നമ്മൾ ഈ ഒരു സൈഡ് ജസ്റ്റ് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചു നോക്കിയാട്ടെ, സെന്റർ പോയിന്റ് മാറി അല്ലേ. സെന്റർ പോയിന്റ് നമ്മൾ എവിടെയാണോ റെഫറൻസ് പോയിന്റ് കൊണ്ടുവച്ചത് അതായി സെന്റർ പോയിന്റ്. ജസ്റ്റ് ബാക്ക് അടിക്കാം. ഇനി അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ടൂളാണത് ഫ്ലിപ്പ് എന്ന് പറയും. ഫ്ലിപ്പ് എന്തായിരിക്കും, അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ജസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാന്നുള്ളത് അല്ലേ. യെസ്, ഫ്ലിപ്പ് ചെയ്യുക അത്ര തന്നെ. ഞാൻ ഷേപ്പ് വരച്ചു, ജസ്റ്റ് ഫ്ലിപ്പ് കൊടുത്തു, നമുക്ക് എങ്ങോട്ടേക്കാണോ ഫ്ലിപ്പ് ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ താഴെ ഈ ബാറിൽ കാണിക്കും ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഓക്കെ, പ്രോപ്പർട്ടി ബാറിൽ വരിക, പ്രോപ്പർട്ടി ബാറിൽ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ ട്രാൻസ്ഫോമിന്റെ അവിടെ ഫ്ലിപ്പ് ഹൊറിസോണ്ടലും ഉണ്ട് ഫ്ലിപ്പ് വെർട്ടിക്കലും ഉണ്ട്.
ഇനി ഇവിടെ റൊട്ടേഷൻ ആണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം റൊട്ടേഷൻ ട്രാൻസ്ഫോം ഓക്കെ അല്ലോ. ഇനിയാണ് ഓക്കെ. സ്കെയിൽ ടൂൾ എന്ന് പറയുന്നത്. സ്കെയിൽ എന്താണ്? നമ്മൾ ആ പേരിൽ തന്നെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്കെയിൽ ടൂൾ. സെലക്ട് ചെയ്തു ദെൻ ഇതേപോലെ സ്കെയിൽ ചെയ്യണം ഡിസ്പ്ലേയിൽ. ഇതും നേരത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു റെഫറൻസ് പോയിന്റ് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ഷിയർ എന്ന് പറയും. ഷിയർ എന്ന് വെച്ചാൽ ഒരു സൈഡിലോട്ടേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കെയിൽ ചെയ്യാം. ഇതേപോലെ സ്ക്യൂ ചെയ്യാന്നൊക്കെ പറയും. സ്കെയിൽ ഷിയർ സ്ക്യൂ പോലെ. സ്ക്യൂ പോലെ അതൊക്കെ തന്നെ. ഇത് സെന്റർ പോയിന്റ് മാറ്റാൻ നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. മാറ്റി. ഇനി നമ്മൾ സ്ക്യൂ ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചേ, സെന്റർ പോയിന്റ് മാറി അല്ലേ. സെന്റർ പോയിന്റ് മാറിയിട്ടാണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെയുള്ളത് വീഴ്ത്താണ്. അത് ഇതിൽ കാണിച്ചാൽ കഴിയില്ല. ഞാന് സ്ട്രോക്കിന്റെ ഞാൻ ലൈൻ ടൂൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു സിമ്പിൾ ലൈൻ ഇങ്ങനെ വെച്ചു. അതിന്റെ സ്ട്രോക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് കൂട്ടി കൊടുത്തു. ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഇതിന്റെ വിടുത്ത് എന്താണ്, എല്ലായിടത്തും ഒരേപോലെ ഉള്ളത്. ഞാൻ ജസ്റ്റ് വിടുത്ത് ടൂൾ എടുത്തു. ഓക്കെ, എനിക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കുറച്ച് കൂട്ടാൻ പറ്റും. എനിക്ക് ഈ ഒരു സൈഡ് കുറച്ച് അധികം വേണം വിടുത്ത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ വലിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നടുക്ക് കുറച്ച് ഒന്ന് വലുതാവണം വെച്ചോ, കുറച്ച് കർവ്ഡ് ആയിരിക്കണം, ചെറുതായിക്കോട്ടെ ഇതേപോലെ. അപ്പോഴോ സ്മൂത്തായി. എനിക്ക് ഈ സൈഡിൽ 0 മതി തിക്നെസ് ഇവിടുത്തെ. ഇവിടെ എന്ത് ചെയ്യണ്ട, അധികം തിക്നെസ് വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെറുതായി കൊടുക്കുക. ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ക്ലിയർ ആയില്ല അത്. പിന്നെ അത് റാപ്പ് എന്നൊക്കെ പറയും. അത് റെക്ടാങ്കിൾ വെക്കണം. ജസ്റ്റ് ഫില്ല് കൊടുത്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, വിടുത്ത് ടൂളിന്റെ ഉള്ളിൽ വന്നു. ഇവിടെ എന്താ ഉള്ളത്, വാർപ്പ് ടൂൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഷിഫ്റ്റ് R ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതായത് നമുക്ക് ഉള്ളിലോട്ടേക്കെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ ദെൻ ജസ്റ്റ് ടൂൾ എന്ന് പറയും. ടൂൾ എന്ന് പറയുന്നത് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. എന്ന് സംഭവിച്ചേ, ഉള്ളിലോട്ടേക്ക് പോയി അല്ലേ. ഇത് നമുക്ക് ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റും. അതേപോലെയാണ് പുക്കർ എന്ന് പറയും. ജസ്റ്റ് പുക്കർ കൊടുത്തു. ജസ്റ്റ് ഞാൻ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇപ്പോഴും സംഭവിച്ചേ, യെസ്, ഉള്ളിലോട്ട് പോയി. ഇനി അതിന്റെ തൊട്ട് താഴത്തിന് ബ്ലോട്ട് എന്നുണ്ടാവും. പുക്കർ ഉള്ളോട്ടേക്കാണെങ്കിൽ ബ്ലോട്ട് പുറത്തോട്ടേക്കാം. ഇതേപോലെ ഉണ്ടാവും. ദെൻ സ്ക്വാലോപ്പ് എന്ന് പറയും. സ്ക്വാലോപ്പ് എന്ന് പറയും. സെലക്ട് ചെയ്യുക. സംഭവിച്ചേ, ഉള്ളോട്ടേക്ക് എന്തായി, വലിയ അല്ലേ. നമ്മളിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് ഉള്ളോട്ട് കയറി കയറി വന്നുകൊണ്ടേയിരിക്കും. ദെൻ ക്രിസ്റ്റലൈസ് എന്ന് പറയും. ഞാൻ വേറെ ഷേപ്പ് വരയ്ക്കട്ടെ, ഇതിൽ കാണിച്ചിരിക്കുക ഫുള്ളായി. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ക്രിസ്റ്റലൈസ് ടൂൾ എടുക്കുക. ഞാൻ ജസ്റ്റ് സൈഡിൽ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. സംഭവിക്കുന്ന പുറത്തോട്ടേക്ക് ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ഷാർപ്പായി പുറത്തേക്ക് പോയി അല്ലേ. ദെൻ വ്രിങ്കിൾ എന്ന് പറയും. ജസ്റ്റ് കൊടുത്തു, അതേപോലെ വ്രിങ്കിൾ സൈഡിലൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു വേവ് പോലെ ഫോം ആയി. ഓക്കെ, ഞാൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതേപോലെ ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറ്റും നമുക്ക് ഇതാണ് അതിന്റെ യൂസേജ് എന്നുള്ളത്. ഓക്കെ അല്ലേ അതോ, ഓക്കെ അല്ലേ അതൊരുള്ളതും. ഓക്കെ, ഒന്ന് ലെഫ്റ്റ്